എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 വചനങ്ങളാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-11 വചനങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. മതി. നല്ല വാക്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുക. എഫേസ്യ ലേഖനത്തെ വേദപഠിതാക്കൾ ലേഖനങ്ങളുടെ റാണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈടുറ്റ ലേഖനങ്ങളാണ്. ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗലാത്യ ലേഖനവും കൊലോസ്യ ലേഖനവും റോമർക്ക് എഴുതിയ ലേഖനവും ദൈവത്തിന് സ്തോത്രം ഫിലിപ്പിയ ലേഖനവും എഫേസ്യ ലേഖനവും ഒക്കെ വായിച്ചാൽ വലിയ ആത്മീയ കരുത്ത് സംഭവിക്കും. അത് ബൈബിൾ വായിക്കുന്നവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചില വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പം അവിടെ ഞാൻ വായിക്കാൻ ഉപയോഗിക്കുന്നൊരു വാക്യമാണ് 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ. കാരണം അതിനകത്ത് ശ്രദ്ധേയമായ ആത്മീയ ആശയങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. അല്പസമയം ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് അല്പനേരം സംസാരിക്കുവാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ബൈബിളിൽ ഏതാണ് നല്ല ഭാഗമെന്ന് ആരെങ്കിലും ഒരു ആത്മീയം ചോദിച്ചാൽ ഞാൻ പറയും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. അവിടെ ധന്യനായ പൗലോസ് എഫെസോസിലെ സഭയോട് ഒരു കാര്യം പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ധ്യാനിച്ച് കേട്ടത്. ആമേൻ. ആ വാക്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. എന്തിനാ ശക്തിപ്പെടേണ്ടതെന്ന് പറയുന്ന 3 കാര്യം പൗലോസ് ഊന്നി പറയുന്നുള്ളൂ. 1, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. 2, ദുർദിവസങ്ങളെ എതിർത്ത് നിൽക്കാൻ കഴിയും. 3, സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയും. ഞാൻ ഈ മെസ്സേജ് പറയുമ്പം നല്ല ആത്മീക ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദൂത് പ്രയോജനപ്പെടത്തുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒന്നുകൂടെ പറയാം, നല്ല ആത്മീക ജീവിതം നയിച്ച് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ദൂത് പ്രയോജനപ്പെടത്തുള്ളൂ. ഇതൊരു ആത്മീക യുദ്ധമാണ്. അത് ഇച്ചിരൂടെ പ്രസംഗിച്ച് വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ സ്തോത്രം. ശ്രദ്ധിച്ച് നമുക്ക് ഈ വചനധ്യാനത്തിനകത്ത് നിൽക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അതെങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? യോഗത്തിന് പാട്ട് പാടുമ്പോൾ ഒത്തിരി കുലുങ്ങി അതുകൊണ്ട് ഞാൻ ശക്തിപ്പെട്ടെന്നല്ല. ശക്തിപ്പെടുക എന്ന പദം ഞാൻ നിങ്ങളോടൊരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാം. ഈ വേദപുസ്തകത്തിൽ പല നിലകളിൽ ശക്തിപ്പെടാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ശക്തിപ്പെട്ടാലുള്ളൊരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ആര് നിന്നെ ഒതുക്കാൻ നോക്കിയാലും അവൻ ഒതുങ്ങുമല്ലാതെ നീ ഒതുങ്ങത്തില്ല. അതിൻ്റെ കാരണം എന്താ? നീ ദൈനംദിന ജീവിതത്തിൽ ശക്തിപ്പെടുന്നവനാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് കർത്താവിന് സ്തോത്രം. ഫെലിസ്ത്യര് തല കുത്തി നിന്നു ശിംശോനെ ഒന്ന് ബന്ധിക്കാൻ. സ്തോത്രം. അവർക്ക് മനസ്സിലായി ഇവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. കാരണം ഈ നമ്മുടെ ശക്തിയെ കവരുന്നൊരു ശക്തി ഇവൻ്റെ മേലുണ്ട്. ആ ശക്തിയുടെ ഉറവ കണ്ടുപിടിക്കണം. ഞാൻ യഥാർത്ഥമായിട്ട് ദൈവമക്കളോട് പറയാം, ചിലർ ദൈവകൃപയിൽ വന്ന് സ്നാനവുമേറ്റു പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു വിടുതൽ തപ്പി ഇങ്ങനെ ഓടും ഓരോ സ്ഥലങ്ങളിൽ. ഇവിടെ പോയ വിടുതൽ കിട്ടുമോ, അവിടെ പോയ വിടുതൽ കിട്ടുമോ? കർത്താവിന് സ്തോത്രം. അവർക്ക് ഈ വ്യക്തികളിലാണ് ആശ്രയം. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, വ്യക്തികളിലല്ല ആശ്രയം വെക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയം വെക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അപ്പം ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ദൈവത്തിൽ ശക്തിപ്പെടുന്നത്? അതായത് നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈ ഹൈടെക് യുഗമായപ്പം കർത്താവിന് സ്തോത്രം ഏറ്റവും കൂടുതൽ ദൈവമക്കളിൽ നിന്ന് മാറിപ്പോയത് ദൈവശക്തിയാണ്. പൗലോസ് എഫെസോസിലെ സഭയോട് ആദ്യം പറയുക. പൗലോസ് പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനയുണ്ട് എഫേസ്യ ലേഖനത്തിൽ. 1-ാമത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് കാറ് കിട്ടണേ, വീട് കിട്ടണേ, കുഞ്ഞിന് കല്യാണം നടക്കണമെന്നൊന്നുമല്ല പ്രാർത്ഥന. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുക? അപ്പം സഭ അറിയണം വിശ്വസിക്കുന്നവനെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്താന്ന്. ഇന്നിവിടെ വന്ന നീ അറിയണം. നിന്റെ രോഗം സൗഖ്യമായില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ശക്തി തിരിച്ചറിയണം. ഇതറിഞ്ഞാൽ നിന്റെ രോഗം സൗഖ്യമാകും. നിങ്ങൾക്കറിയാമോ, കാരാഗ്രഹത്തിനകത്ത് പൗലോസിനെയും ശീലാസിനെയും കാലാമത്തിലിട്ട് പൂട്ടി കൈകൾ ചങ്ങലക്കിട്ട് പൂട്ടിയപ്പം അവർക്ക് വിടുതൽ കിട്ടാൻ ഒറ്റ കാരണമേ ഉള്ളൂ. കെട്ടിയ ചങ്ങലേക്കാൾ ബലം പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്തുണ്ടെന്നുള്ള ധൈര്യം.
എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ആരും നിന്നെ ബന്ധിക്കട്ടെ, ആരും നിന്നെ തടയട്ടെ, ആരും നിന്നെ വെല്ലുവിളിക്കട്ടെ, പക്ഷെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എപ്പോൾ നീ തിരിച്ചറിയുന്നോ അപ്പം മുതൽ നീ വിജയിക്കാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ പ്രസംഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഫെലിസ്ത്യര് തലകുത്തി നിന്നു, ഈ ശിംശോനെ ബന്ധിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അവസാനം ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തന്ത്രപരമായി കയ്യിലെടുത്ത്, നിന്റെ മഹാശക്തിയുടെ ഉറവ എവിടാ? സ്തോത്രം. അപ്പോൾ പത്രോസിനെ യോഹന്നാനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തി അവർ ചോദിക്കാം, നിന്റെ ശക്തിയുടെ ഉറവ എവിടാ? സ്തോത്രം. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഈ ശക്തിയുടെ ഉറവ ഏടാ? നാഗോന്റെ ക്ഷേത്രത്തിലെ ശക്തിയെ തകിടം മറിച്ച ഈ ശക്തിയുടെ ഉറവ എവിടാ? ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ശത്രുവിനെ ഭയപ്പെടുവല്ല, അതിനേക്കാൾ വലിയ ശക്തിയാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും? ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. അപ്പം എങ്ങനെയാണ് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നത്? അതിന് ബൈബിളിലൂടെ ചില ഭാഗങ്ങളിലൂടെ നമ്മൾ പോകണം. ഈ യേശുക്രിസ്തുവിൻ്റെ ഒലിവ് മലയിലെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. ഒലിവ് മലയിലെ പ്രാർത്ഥന വായിക്കണം, ഞാനങ്ങ് പറയാം. അപ്പം വായിക്കേണ്ട ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഒലിവ് മലയിലെ യേശുവിൻ്റെ പ്രാർത്ഥന. ഇനി ഒരു ദൈവ പൈതൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നത് പ്രയറില്ല. ഒരാമയും പറഞ്ഞാട്ടെ. എന്തിലാണ്? പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്നവനാ ഉത്തരവുള്ള. പ്രാർത്ഥിക്കുന്നവൻ എന്തോ ഉണ്ട്? സക്കറിയാവേ, നാളും നീണ്ടുപോയാലും നിന്റെ പ്രയറിന് ഉത്തരവുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ എന്തുണ്ട്? പ്രാർത്ഥിക്കാത്തവന് ഉത്തരവില്ല, പ്രാർത്ഥിക്കുന്നവന് ഉത്തരവുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ഒലിവ് മലയിൽ പ്രാർത്ഥിക്കുക. ലൂക്കോസിൽ ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അത് വായിപ്പിക്കുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വായിക്കുക, അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് ഒരു ദൂതൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പം ദൂതനെ ഇറക്കുന്നതൊക്കെ പ്രയറില്ല. ഒരാമയും പറയണം. പത്രോസ് ഇരുമ്പടികളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ ഒരു സഭ പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിച്ചടുത്ത് ദൂതൻ ഇറങ്ങിയില്ല. പ്രോബ്ലം എവിടാണോ അവിടെ ദൂതൻ ഇറങ്ങി. അങ്ങനെ അതെങ്കിൽ മൂവാറ്റുപുഴയിൽ പ്രാർത്ഥിക്കുമ്പോൾ കോതമംഗലത്തും ദൂതനെ ഇറക്കാം, അമേരിക്കയിലും ദൂതനെ ഇറക്കാം, കോട്ടയത്തും ദൂതനെ ഇറക്കാം. നിന്റെ പ്രോബ്ലം എവിടെയാണോ അവിടെ ദൂതൻ ഇറങ്ങി എന്തിനെ തൊട്ടടിക്കണോ അതിനെ തൊട്ടടിച്ച് നിന്നെ വിടുവിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതാ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് അസാധാരണ ധൈര്യ. പ്രാർത്ഥിക്കുന്നവർക്ക് അസാധാരണ ധൈര്യ. ഹല്ലേലൂയ. ഈ ധൈര്യം ചോർന്നവരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. അപ്പം ധൈര്യം കിട്ടുന്ന എപ്പോഴാ? പ്രാർത്ഥനയിലാ. ഹല്ലേലൂയ. പ്രയർ ഉണ്ടോ നീ ധൈര്യപ്പെടും. ഹല്ലേലൂയ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ക്യാൻസർ രോഗിയെ കാണാനായിട്ട് പോയി. സ്തോത്രം. യേശുവിനെ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാൻസർ രോഗി. അവളെ കാണാൻ പോകാൻ കാര്യം, ഹല്ലേലൂയ, ഞാനൊരു സ്ഥലത്ത് മീറ്റിംഗ് ചെന്നപ്പം എന്നെ ഹോട്ടലിലേക്ക് ഫുഡിന് കൊണ്ടുപോയ ഒരു ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഞാൻ പോയി. ആ മീറ്റിംഗ് സംഘാടകരുടെ വണ്ടിയിലാണ് പോയപ്പോൾ ആ ഡ്രൈവർ ഒരു ഹൈന്ദവ സഹോദരനാണ്. ആ സഹോദരന് എന്നോട് പറഞ്ഞു, എൻ്റെ അനുജൻ ക്യാൻസറായി കിടക്കുക, പക്ഷേ വരുന്ന വഴി, ഹോട്ടലിൽ നിന്ന് വരുന്ന വഴിക്കാണ് വീട്, ഒന്ന് കയറി പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ ഞാൻ ആ ക്യാൻസർ ബാധിച്ചവനെ ദൈവത്തിന് സ്തോത്രം ചെന്ന് കണ്ടു. അവനോട് യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ പോതും. ഹല്ലേലൂയ. അവൻ്റെ കൂടെ ഇരുന്ന ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് അവനെ പ്രാർത്ഥിക്കേണ്ടതൊക്കെ ഒരു പേപ്പർ എഴുതി കൊടുത്തു. അവൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ കൊടുത്ത പേപ്പർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ കൊണ്ടുപോയ ബ്രദർ പറയുക, എൻ്റെ അനുജന് ഭയങ്കര മാറ്റം, അവൻ്റെ മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞു. അതിനർത്ഥം എന്നാ? അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ കാര്യം. ഒരു ബ്യൂട്ടി പാർലറിൽ പോയാലും കിട്ടുന്നതിനേക്കാൾ ശോഭ പ്രാർത്ഥിക്കുന്നവൻ്റെ മുഖത്തുണ്ട്. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പം യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയിൽ യേശുവിനെ ശക്തിപ്പെടുത്താൻ ആര് വന്നു? ഒരു ദൂതൻ വന്നു. അപ്പോൾ ഒന്നാമത്തെ ദൂത്, ഒരു ദൈവ പൈതലിനെ ശക്തിപ്പെടുന്നത് പ്രാർത്ഥനയുടെ നടുവിലാണ്. ഓ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്തവർ ഇന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കട്ടെ. രണ്ടാമത്തെ ഭാഗം നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യം,
അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വാസത്തിൽ. ഒരാടകത്ത് വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാല. എന്തിനാല? കേൾവിയാല. ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടാലേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ചുറ്റികയ്ക്ക് തലക്കടിക്കുന്ന പ്രസംഗം കേട്ടാൽ നീ തളർന്ന് കട്ടിലേക്ക് കയറി കിടക്കും. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ അറിയാതെ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ അകത്ത് വിശ്വാസത്തിൻ്റെ ചലനങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ അല്പം കൂടെ കയറി പറയാം. അപ്പോൾ 1, ദൈവത്തിൽ ശക്തിപ്പെടണം. 2, പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. 3, വിശ്വാസത്തിൽ ശക്തിപ്പെടണം. പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പം തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുക. പൗലോസ് പറയുക, തിമത്തിയോസേ ദൈവകൃപയിൽ ശക്തിപ്പെടുക. എന്തുവാ? ദൈവകൃപയിൽ ശക്തിപ്പെടുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഒരു ദൈവവൈതൽ എപ്പോഴും ഒരു ആത്മീക ജീവിതം ശക്തിപ്പെട്ടൊരു ജീവിതം നയിക്കണം. ഹല്ലേലൂയ. എവിടെയാണ് നമുക്ക് വന്ന പരാജയം? ദൈവശക്തി കുറഞ്ഞുപോയി. ഞാൻ ആരാധിച്ചാൽ ആരെങ്കിലും കാണുമോ, അവരെന്തേലും വിചാരിക്കുമോ എന്നൊക്കെ പേടിക്കുകയൊന്നും വേണ്ട. ആര് കണ്ടാലും നിനക്കൊന്നുമില്ല. കാരണം നീ ദൈവത്തിൽ ശക്തിപ്പെടുകയാണ്, അവൻ്റെ വചനത്തിൽ ശക്തിപ്പെടുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, പൗലോസ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. എന്തിനാണെന്നറിയാമോ? പിശാചിനോട്, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ. എന്തിനാ? തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. നിങ്ങൾ എന്നെ ഇനി ഇച്ചിരി ആത്മിക ഗൗരവമുള്ള കാര്യം പറയുക. സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെ എതിർക്കണമെങ്കിൽ അതിനുള്ള ബലം ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടണം. എത്ര പേർ തയ്യാറാണ്? ഇന്ന് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ചില ദുഷ്ടശക്തികളെ എതിർത്ത് നിൽക്കാനുള്ള ബലം ദൈവം നിനക്ക് തരട്ടെ. ഓ ഹല്ലേലൂയ. അപ്പം ഇനി ഞാൻ നിങ്ങളോടൊരു വചന വെളിപ്പാടിലോട്ട് കയറുമ്പം തന്നെ ഒരു ദൂതൂടെ പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം. നിനക്കൊരു വ്യക്തി എതിരായാൽ വ്യക്തിയല്ല, ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റാണ് എതിരായേക്കുന്നത്. അതുകൊണ്ട് വ്യക്തികളോട് ഫൈറ്റ് ചെയ്യരുത്, വ്യക്തികളെ നിയന്ത്രിക്കുന്ന സ്പിരിറ്റിനോട് ഫൈറ്റ് ചെയ്യണം. ചിലർക്കിന്ന് വിടുതൽ കിട്ടുക തന്നെ ചെയ്യും. അത് ചെയ്യണമെങ്കിൽ ദൈവശക്തിയിൽ നിറഞ്ഞുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. ഇനി നിങ്ങൾ എന്നെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സന്ദേശം പറയാം. ഈ പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ ഈ സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യരുത്. ഈ ദൈവത്തിൻ്റെ എക്കാലത്തും ആഗ്രഹം തൻ്റെ മക്കൾ ജയിച്ച് ജീവിക്കണമെന്നാണ്. നിങ്ങളുടെ പിള്ളേർ തോക്കുന്ന ഇഷ്ടമാണോ? പറ. എന്നാൽ 8ാം ക്ലാസ്സിൽ പഠിച്ച് തോറ്റുപോയി, എല്ലാവർക്കും ലഡു കൊടുക്കുമോ? ജയിച്ചാലോ? ലഡുവും കൊടുക്കും, കേക്കും കൊടുക്കും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. 2ാം ക്ലാസ്സിലെ കുട്ടി തൊട്ട് 90 വയസ്സുള്ള അപ്പച്ചന് വരെ ജയിക്കുന്ന ഇഷ്ടം. എൻ്റെ കർത്താവിനും ഇഷ്ടം ജയിക്കുന്നതാണ്. എന്നാൽ പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീ തോറ്റ് കാണണം. തോറ്റ് തൊപ്പിയിട്ട ഒരുമാതിരി ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളോട് ഞാൻ ദൂത് പറയുക, തോറ്റെന്ന് സമ്മതിക്കരുത്. ഞാൻ ജയിക്കുമെന്ന് ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. ഏത് പ്രതിസന്ധി നിനക്ക് വന്നാലും നീ പറയണം, ഞാൻ ദൈവകൃപയാൽ ഇതിനെ ജയിക്കും, ഈ പ്രതിസന്ധിയെ ഞാൻ ജയിക്കും. സാത്താൻ ഈ തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഇച്ചിരൂടെ ഗഹനമായിട്ട് നമുക്കൊന്ന് ധ്യാനിച്ചു പോവാം. ദൈവത്തിന് സ്തോത്രം. സാത്താൻ തോൽപ്പിക്കുന്നത് തന്ത്രപരമായിട്ടാണ്. എന്തുവാ? അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഊന്നി ഒരു കാര്യം പറഞ്ഞു, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. പിശാചിന് എന്ത് കൊടുക്കരുത്? ഇടം കൊടുക്കരുത്. പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. പിശാചിന് ഈ KSRTC ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ 3 പേർക്ക് ഇരിക്കാവുന്ന സീറ്റും 2 പേർക്ക് ഇരിക്കുന്ന സീറ്റും ഉണ്ട്. അങ്ങനല്ലയോ? അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് വാഗമണ്ണിന് വണ്ടി പോവാന്ന് വിചാരിച്ചു. ഈ ബസ് നിറച്ച ആളാണ്. അപ്പോൾ 2 പേരും ഒരാൾ പിടിച്ചോണ്ട് നിൽക്കുമ്പം 2 പേരിക്കുന്ന സീറ്റിൽ ഒരാൾക്ക് മനസ്സലിഞ്ഞു. പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ഇടയ്ക്കോട്ടൊന്ന് ഇരുന്നോളാൻ പറഞ്ഞു. അതിനൊക്കെ വേറെ പദമാണ് പറയുന്നത്. പുള്ളി ഒരു ഇച്ചിരി ഭാഗം പുള്ളിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ കൊടുത്തു. 4 വളവ് കഴിഞ്ഞപ്പോൾ അറ്റത്തിരുന്നവൻ വെളിയിലുമായി, ഈ ഇരുത്തിയവൻ എവിടെയുമായി? അവിടെ. ഇതുപോലെ പിശാചിൻ്റെ പരിപാടി. ഇച്ചിരി ഇടം കൊടുത്താൽ അവിടെ അവൻ ഹൈവേ പണിന്ന് വെച്ചേ പോകും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന ഞാൻ പോകുന്നൊരു ഫാമിലിയുണ്ട്. അവനകത്ത് 3 ആൺപിള്ളേരാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ചെല്ലുമ്പം അവരുടെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിക്കാം, ഹോട്ടലിൽ പോവാം. വണ്ടി ഇറക്കി ഇട്ടു. മൂത്തവൻ പറഞ്ഞു, ഇളയവനോട് പറഞ്ഞു നീ ഓടിയില്ലേ. ഇളയവൻ പറഞ്ഞു അല്ല നീ ഓടിയില്ലേ. ഞാൻ പറഞ്ഞു ആരേലും ഓടിയില്ല, അല്ല ഞാൻ ഓടിക്കാം. അങ്ങനെ അവരുടെ ഐക്യത. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ നേരത്ത് നീ ഓർഡർ ചെയ്യേ. അപ്പം മൂത്തവൻ പറയാൻ ചേട്ടൻ ഓർഡർ ചെയ്താൽ മതി. ഭയങ്കര ഇവിടെ യൂണിറ്റ് കണ്ട് സത്യത്തിൽ നമുക്ക് അങ്ങ് അസൂയ തോന്നിയിട്ടുണ്ട്. ഞങ്ങളാരും വിടുന്നില്ലല്ലോ. നിങ്ങൾക്കാർക്കും ഒന്ന് അസൂയ തോന്നിയിട്ടില്ലയോ? ആസാബിന് വേണ്ടി തോന്നിയ അസൂയ. പിന്നെ പുള്ളി അസൂയ തോന്നിയ കാര്യം ബൈബിളിൽ എഴുതി വെക്കുകയും ചെയ്തു. രണ്ടാമത്തെ നിലയൊന്ന് ആസാബ് ഒരു ചർച്ചിലെ വർഷിപ്പ് ലീഡറായിരുന്നു, ഭയങ്കര ആരാധനക്കാരനാണ്. പുള്ളി ഒരു ദിവസം രണ്ടാമത്തെ നിലയിൽ അപ്പുറത്തെ നാണുവിൻ്റെ വീടിൻ്റെ വളർച്ച കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് അസൂയ തോന്നി. ദൈവത്തെ വിളിക്കാത്തവന് ഒരു കുഴപ്പമില്ല, അവൻ ദിവസവും അവൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുക, അവൻ്റെ തോട്ടം മാറ്റിക്കൊണ്ടിരിക്കുക. അസൂയ തോന്നി പറഞ്ഞു ഇനി യോഗത്തിന് പോകുന്നില്ല. 10:30 വീട്ടിലുള്ളവരും കൂടെ പറഞ്ഞ് വർഷിപ്പ് ലീഡറാണെന്ന് ഓർക്കണം. അങ്ങനെ പുള്ളി യോഗത്തിന് പോയി പുറകെ ഇരുന്ന് ഇവൻ്റെ അന്തം എന്തുവാന്ന് ചിന്തിച്ചപ്പോൾ പുള്ളി ശക്തിപ്പെട്ടു. അപ്പോൾ അവിടെ പുള്ളി എഴുതി എനിക്ക് പുള്ളിയോടങ്ങ്. അപ്പം അങ്ങനെ ഇരുന്നപ്പം സ്തോത്രം എന്നോട് പറഞ്ഞു മൂത്ത മോൻ്റെ കല്യാണം നടക്കാൻ പോവാം. ഞാൻ പറഞ്ഞു അന്ന് എൻ്റെ ചർച്ചയിൽ ഒരു കല്യാണമുണ്ട്, എനിക്ക് വരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കല്യാണത്തിന് പോയില്ല. അപ്പോൾ ആ കല്യാണമൊക്കെ കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഞാനൊരു ദിവസം ഇവരുടെ വിളിയൊന്നും ഇല്ലാഞ്ഞോലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അച്ഛൻ എന്നാ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു? സുഖമൊന്നുമില്ല പാസ്റ്ററെ. എന്നാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുക. ഇപ്പം ഞാനും ഭാര്യ മാത്രം ഒരു വീട്ടിൽ, മൂത്ത മോനും കുടുംബം ഒരു വീട്ടിൽ, ഇളയ 2 അവന്മാർ വേറൊരു വീട്ടിൽ. ഞാൻ ചോദിച്ചു എന്നുവാ? വന്നതിൻ്റെ ഗുണമാണ്. ഒരാൾ കല്യാണം കഴിച്ചല്ല, അതിൻ്റെ ഗുണമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പിശാചിൻ്റെ ലൈഫിൽ അല്പമെങ്കിലും ഇടം കൊടുത്താൽ അവൻ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കും. ഞാൻ ഒരു കൊച്ചു കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിശാചിന് ഒരു കാരണവശാലും ഇടം കൊടുക്കരുത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഏദനിലൊരു തോട്ടം ഉണ്ടാക്കി അതിന് ഏദൻ തോട്ടം എന്ന് പേരിട്ടിട്ട് ആ തോട്ടത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ ആദാമിനെ ഹവ്വയും കയറ്റി. പക്ഷെ അതിനകത്തൂടെ ഒരു പാമ്പ് എഴഞ്ഞു കയറി. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പാമ്പ് കയറിയവനെ ഗുണപ്പെടുത്താനല്ല, എങ്ങനെങ്കിലും ഈ അനുഗ്രഹത്തിൽ നിന്ന് അവരെ പുറത്തിറക്കണം. അവരകത്ത് കൺഫ്യൂഷനുകൾ ഇട്ട് സാത്താൻ ചെന്ന് പറഞ്ഞു നീ മരിക്കത്തില്ല നിശ്ചയം, ഇത് കാണുമ്പം നിന്റെ കണ്ണ് തുറക്കും, ഇങ്ങനൊക്കെ പറഞ്ഞ് ഈ സ്തോത്രം ഹവ്വായെ ഇളക്കി. ഹവ്വായങ്ങ് ഇളകിയല്ലോ. ഹവ്വ പഴം കഴിച്ചു, ഭർത്താവിനും ആ പഴം കൊടുത്തു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ വിജയകരമായിട്ട് ദൈവം ഇറങ്ങി തോട്ടത്തിൽ വന്നപ്പോൾ ആദമിനെ ഹവ്വയും കാണാനില്ല. അവർ ഭയപ്പെട്ട് ഒളിച്ചു. ചുരുക്കി പറയാം, അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി വെച്ച് ആദമും ഹവ്വയും പുറത്തായപ്പോൾ സാത്താൻ പൊട്ടിച്ചിരിക്കുക. തന്ത്രപരമായി നീ അനുഭവിക്കേണ്ട അനുഗ്രഹത്തിൽ നിന്ന് നിന്നെ പുറത്തിറക്കി. അതുകൊണ്ട് ഞാൻ സഭയോട് തുറന്നു പറയാം, പിശാചിന് ലൈഫിൽ ഒരിക്കൽ പോലും ഇടം കൊടുക്കരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഒരിക്കലൊരു രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാൻ ചെന്നപ്പോഴേ എന്നെ തൃശ്ശൂർക്കാരനൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ തൃശ്ശൂർക്കാരൻ ഒരു പാസ്റ്ററൂടെ കൂടിയാണ് കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നപ്പം ആ കമ്പനി പൂട്ടിയിട്ടേക്കുക. ഞങ്ങളിലൂടെ ഭയങ്കരമായിട്ടൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയെ തമ്പുരാൻ അങ്ങ് കനിഞ്ഞ് ആ പുള്ളിക്കാരന് പുതിയൊരു ഓർഡർ കിട്ടി. ബിസിനസ് നല്ല ലെവലിൽ. ഞാൻ ഇങ്ങ് നാട്ടിൽ പോരുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പുള്ളി എന്നെ കാണാനായിട്ട് നാട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പാസ്റ്ററെ, ദൈവം അദ്ദേഹം പുള്ളിയോട് പറയുന്നു ഈ കമ്പനിക്ക് എന്നെ കൂടെ പാർട്ട്ണറാക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു കമ്പനിയുടെ പാർട്ട്ണറാ ഞാൻ. ഏത് കമ്പനിയാ? അയ്യോ സ്വർഗത്തിലെ. നിങ്ങളാരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. പാസ്റ്റർ ഫാമിലി ആയിട്ട് ഈ രാജ്യത്തൊന്ന് താമസിച്ചു. എല്ലാ മാസവും ശമ്പളവും ഷെയറും തന്നേക്കാം. ഞാൻ പറഞ്ഞു ബ്രദറെ ദൈവം പറയണ്ടേ, ആരാണ്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ കളഞ്ഞു പോവാന്നു. ഇവിടെ നിൽക്കുന്നിടത്തെ മഹത്വം അറിയണം നീ. എന്നെ ആ തൃശ്ശൂർക്കാരൻ കൊണ്ടുപോയ പാസ്റ്ററിനെ വിളിക്കാനൊന്നുമില്ല. നല്ലൊരു ഗോൾഡൻ ചാൻസ് ഞാൻ പറഞ്ഞു പാസ്റ്ററെ ഞാനൂടെ പറയാം, പാസ്റ്ററെ ആക്കാം. പാസ്റ്റർ ഗോൾഡൻ ചാൻസ് അല്ലയോ? ഇപ്പം അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ എന്നെ കൊണ്ടുവന്ന് ആ പാസ്റ്ററെ ആക്കും. ഒരു പാസ്റ്റർ പോരായോ? പുള്ളി അവിടെ കൊണ്ടുപോയി പാർട്ട്ണറാക്കി. എനിക്ക് ആദ്യം പുള്ളി ഈ പാസ്റ്റർ ഒരു ദശാംശമൊക്കെ അയച്ചത്.
എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് റിച്ചാക്കിയത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ആ രാജ്യത്ത് വന്നപ്പം ആ കമ്പനിയും ഇല്ല, അച്ചാനും ചെയ്യില്ല, പാസ്റ്ററും ചെയ്യില്ല. ഞാനും പോകേണ്ടതാ. ഇടം കൊടുക്കാഞ്ഞോണ്ടാ. നമ്മുടെ ലൈഫിൽ എന്തും നേടിയെന്നല്ല, പിശാചിൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. കാരണം അവൻ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. തോൽക്കരുത്. വചനം പറയാം, നീ ശക്തിപ്പെട്ട് അവന്റെ തന്ത്രങ്ങളെ ഓവർകം ചെയ്യണം. എത്ര പേര് അതിന് തയ്യാറാ? വ്യക്തിപരമായ ലൈഫിൽ തോറ്റവരോട് പറയാം, ഇന്ന് ദൈവശക്തി ഏറ്റെടുക്കണം. നീ തകരാൻ പോകുവല്ല, നീ ജയിക്കാൻ പോകുകയാ. നീ ചിലതിനെ ഓവർകം ചെയ്യാൻ പോവുക. നീ തോറ്റിട്ടില്ലെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം പ്രൂവ് ചെയ്യിക്കാൻ പോവുക. ഈ ബൈബിള് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, യോബിന്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ സാത്താൻ ഭൂമിയിലല്ല ഊടാടി നടക്കുന്ന എന്തുവാ എപ്പോഴും ഓർക്കണം, പിശാചിന്റെ അറ്റാക്ക് എപ്പോഴും നമ്മുടെ മാനസിക തലത്തിലാണ്. എവിടെയാണ് മാനസിക തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി മനസ്സിലാക്കി തരാം. ഹല്ലേലൂയ. മാനസിക തലം സ്വസ്ഥമല്ല. ചിലർ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു ചെറിയ പ്രോബ്ലമേ ഉള്ളൂ, നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷനാവും. ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എത്ര വലിയ പ്രോബ്ലം ആയാലും ഒരു ടെൻഷനും ഇല്ല. ഹലോ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പം സ്കാഫൊക്കെ ഇങ്ങനെ മറച്ച വെള്ള സ്കാഫാ, പക്ഷേ ഈ തലയിലെല്ലാം പല കളറ് മുടിയെ ചെയ്തിട്ടുണ്ട്, നീല, പച്ച, ചുവപ്പ്. അപ്പോൾ ഇവൾ അടുക്ക വന്നപ്പോൾ ഇങ്ങനൊന്നും ചെയ്യല്ലടി കൊച്ചെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറയാൻ പോകുന്നത് എനിക്കറിയാവുന്നു, പിന്നെന്തോ പറയാനാ. അപ്പം ഞാൻ ചോദിച്ചു, മോളെ എന്നുവാ പാസ്റ്ററെ, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, എന്തുവാ പ്രശ്നം? അത് ആദ്യമേ ക്യാൻസർ ഒരു ബ്രസ്റ്റേ വന്നു, അതെടുത്ത് കളഞ്ഞു. രണ്ടാമത്തെ ക്യാൻസർ, രണ്ടാമത്തെ ബ്രസ്റ്റേ വന്നു, അതെടുത്ത് കളഞ്ഞു. പിന്നെ സ്തോത്രം, എനിക്ക് കിഡ്നി ഫെയിലായിപ്പോയി, വേറെ കിഡ്നി വെച്ചിരിക്കുക. പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായി. പിന്നെ എൻ്റെ ലിവറിനൊരു പ്രശ്നമുണ്ടായി, അതിനകത്ത് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷേ എന്നെ കണ്ട അടിമുടി നോക്കിയാൽ ഞാൻ 30-38 വയസ്സുള്ള ഒരാളാണ്. എന്നെ അടിമുടി നോക്കിയാൽ ഈ പല അവയവങ്ങളും മാറ്റുകൊണ്ട് എനിക്ക് ബോഡി സ്ട്രക്ചറിൽ പല കുഴപ്പമുണ്ട്. അപ്പോൾ ആരും എന്നെ നോക്കാതിരിക്കാനായി മുടി കളർ ചെയ്യുമ്പോൾ എല്ലാവരും മുടിയെ നോക്കി വെച്ചങ്ങ് പൊക്കോളും. എന്നിട്ട് ആ പെങ്കൊച്ച് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? അവൾ പറയാം, കർത്താവ് നടത്തുന്നു എന്ന് പറഞ്ഞ് അടിപൊളിയായിട്ട് അവൾ നടന്നു പോകുന്നു. നമുക്കൊരു നടുവിനുവേന വന്നേനാ നമ്മൾ ഈ ഭാരപ്പെടുന്ന മുഴുവൻ. പ്രശ്നം പറയാം, നിനക്ക് എത്ര വലിയ പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹരിക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത റേഞ്ചിൽ നിന്റെ കാര്യം പരിഹരിച്ചു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. നിന്റെ വിശുദ്ധ ജീവിതം കളയരുത്, നിന്റെ പ്രയർ ലൈഫ് കളയരുത്, നിന്റെ പ്രാർത്ഥനാ ജീവിതം കളയരുത്. നീ ജയിക്കാൻ പോകുകയാ. അപ്പോൾ ഒരിക്കലും ഈ ബൈബിളിൽ യോബിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പിശാച് ഭൂമിയിൽ ഊടാടി നടക്കുന്നു. അടുത്ത യോബിൻ്റെ പുസ്തകത്തിൻ്റെ വാക്യമാ, പിശാച് മനുഷ്യരുടെ മേൽ ദൃഷ്ടി വെക്കുന്നു. ചില വ്യക്തികളുടെ മേൽ ആര് ദൃഷ്ടി വെക്കുന്നു? പിശാച്. പത്രോസ് ഇച്ചൂടെ കയറി എഴുതി, അവൻ എങ്ങനെ അതിന് വരുന്നതെന്നറിയാമോ? അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുക. അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ എങ്ങനെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ തൊണ്ടയില് മുള്ളു പോകുമ്പോൾ പോയിട്ടുണ്ടോ? തൊണ്ടയിൽ മുള്ളു പോയിട്ടുണ്ടോ? എല്ലാവരും ജർമ്മനി ജനിച്ചു വരാന്നല്ലോ. ഉണ്ടോന്ന്? അന്നേരം എന്നെ ചെയ്യും? ഒരു പഴം എടുത്ത് വായിലോട്ടിട്ട് ആണോ? അതിനർത്ഥം പഴം ഷേപ്പ് മാറാതെ പഴമായി തന്നെ വയറ്റിപ്പോ. യോനയെ ഒരു മത്സ്യം വിഴുങ്ങി, ഷേപ്പ് വ്യത്യാസം ഉണ്ടായില്ല. ശ്രദ്ധിക്കണം, വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ നിന്നെ യോഗത്തിന് വേണേ ഇരുത്തും, പക്ഷെ വീർപ്പ് മുട്ടിച്ചോണ്ടേ ഇരുത്തും. നിന്നെ ആരോ വിഴുങ്ങിയേക്കുക. പൗലോസ് പറഞ്ഞ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നെ വിടുവിച്ചു. കാരണം നിന്നെ ഒരു അന്ധകാരം മൂടുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആത്മാവിൽ ജനിച്ചിട്ടും ആത്മസ്വാതന്ത്ര്യം അനുഭവിക്കാതെ ഏതോ ദുർശക്തി നിന്റെ കുടുംബത്തെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ ഇന്നത്തെ ആരാധന നീ അതിനോട് എതിർക്കാൻ പോകുകയാ. നമുക്ക് ബൈബിൾ തുറക്കാം, യാക്കോബിന്റെ ലേഖനം എടുക്കാം. ഹല്ലേലൂയ. 4-ാം അധ്യായം ഒന്ന് എടുക്കാം. ജെയിംസ് ചാപ്റ്റർ 4 verse 7. ഹല്ലേലൂയ. 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ,
പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ എന്തുകൊണ്ട് പിശാചിനോട് എതിർക്കണമെന്ന് ചോദിച്ചാൽ, നീ എതിർക്കാൻ തുടങ്ങുമ്പോൾ അവൻ നിന്നെ വിട്ട് ഓടാൻ തുടങ്ങും. ഞാൻ ഒന്നാമത്തെ വെളിപ്പാട് പറയാം. ഇന്നത്തെ പ്രാർത്ഥന നിന്നെ വിട്ട് ചിലതൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്ന പ്രാർത്ഥനയാണ്. ഓ ഹല്ലേലൂയ. നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പം നിന്റെ സന്തതി ഇരിക്കുന്നിടത്തുനിന്ന് ചിലത് മാറിപ്പോകുകയാ. നീ ഇവിടെ സ്തോത്രം ചെയ്തോണ്ട്, ഓ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് ചിലതൊക്കെ ആത്മാവി കാണണം. നിന്നെ വിട്ട് ചിലതൊക്കെ, നിന്റെ സാമ്പത്തിക നില വിട്ട് ചിലതൊക്കെ, നിന്റെ അഭിഷേകത്തിന്റെ ലെവല്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊറ്റ വഴിയുള്ളൂ. ഇന്ന് ദൈവശക്തിയാൽ ഇവിടെ നിറയപ്പെടണം. നിങ്ങൾ പാട്ടുപാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്തു സംഭവിക്കണം? ദൈവശക്തിയാൽ നിറയപ്പെടണം. ഇത്രയും നാൾ നിന്നെ ഭയപ്പെടുത്തിയ ശത്രു ഇനിയും നിന്നെ ഭയപ്പെടണം. ആ ലെവലിലേക്ക് വരണമെങ്കിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ തുടങ്ങണം. ദാനിയേലിന്റെ പ്രയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ? അവൻ പ്രാർത്ഥിക്കാനിരുന്ന 1-ാം നിമിഷം പ്രാർത്ഥന ദൈവം കേട്ടു. അന്ന് തൻ്റെ പ്രയറിന്റെ മറുപടി അവന് ദൈവത്തിൽ നിന്ന് വന്നു. പക്ഷേ 21 ദിവസം ഒരു സ്ഥലത്ത് അത് തടഞ്ഞു നിർത്തി. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. തടഞ്ഞു നിർത്തിയതെല്ലാം ഇന്ന് റിലീസാകണം. ഓ, എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ജീസസ് ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ചിലരോടൊക്കെ ദൈവാത്മാവ് പറയും, നിന്റെ വീടിനകത്ത് വരേണ്ട അനുഗ്രഹങ്ങൾ, നിന്റെ സന്തതി അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ ആര് തടഞ്ഞു വെച്ചാലും ഇന്നും നീ ശക്തിപ്പെടുമ്പോൾ, നീ ശക്തി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നന്നായി ദൈവത്തെ ആരാധിച്ചാൽ, നന്നായി വിശുദ്ധ ജീവിതം നയിച്ചാൽ, നന്നായി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, അർദ്ധരാത്രി പ്രാർത്ഥിച്ചാൽ നമുക്ക് വിടുതൽ കിട്ടുമെന്ന് നമുക്കറിയാം. അറിയത്തില്ലയോ? നിങ്ങൾ നോക്കിയേ, 18 വർഷമായി ഒരു രോഗാത്മാവ്, ഒരു പിശാച് ഒരു സ്ത്രീയെ ബന്ധിച്ചിട്ടിരിക്കുക. ക്രിസ്തുവിന്റെ സാന്നിധ്യം എപ്പോൾ ആ സ്ത്രീയെ സ്പർശിച്ചോ ആ നിമിഷം 18 വർഷം ബന്ധിച്ച സാത്താൻ അവളെ വിട്ട്. ഈ യോഗത്തിന്റെ പ്രത്യേകത, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടതാ. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടതാ. എല്ലാ വിടുതലുകളും നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോഴാണ്. ഈ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി. എവിടാ? അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ്. ശമര്യ പട്ടണത്തിൽ പ്രസംഗിക്കാൻ പോയി. ഫിലിപ്പോസ്, സ്തേഫാനോസ്, പിന്നെ 5 പേരെ കൂടെ മേശയിങ്കൽ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്തതാ. ശ്രദ്ധിച്ചു കേൾക്കണം. പക്ഷെ മേശ കൊണ്ട് ശുശ്രൂഷ ഒതുങ്ങിയില്ല. സ്തേഫാനോസ് ശുശ്രൂഷിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ഫീല. എന്നാല് ചെതറിപ്പോയവർ പോയെടുത്ത് സുവിശേഷം പറഞ്ഞു. ഫിലിപ്പോസ് എവിടെ ചെന്നറിയാമോ? ശമര്യ പട്ടണത്തിൽ ചെന്നു. ഫിലിപ്പോസ് ശമരിയ, എനിക്കൊന്ന് 3-ാമത്തെ 4-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ശമരിയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. 5-ാമത്തെ വാക്യം വായിച്ചേ. 5-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ആരെയാ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാ? ക്രിസ്തുവിനെയാ. ക്രിസ്തുവിന്റെ ശക്തിയാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മേലെ വ്യാപരിക്കുന്ന ആത്മാവിനെയാ പ്രസംഗിക്കുന്നത്. അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കേട്ടോ? ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയായി അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പം ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. ഇത് വേറെ ആരെ പ്രസംഗിച്ചാലും ഇല്ല. പൗലോസിനെ പ്രസംഗിച്ചാലും ഇല്ല,
പത്രോസിനെ ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ കാണാനും ഉണ്ട്, കേൾക്കാനും ഉണ്ട്. എന്നിട്ട് കേട്ടെ, അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. ആരാ? ഫിലിപ്പോസ് യേശുവിനെ പ്രസംഗിച്ചപ്പോൾ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ച് പുറപ്പെട്ടു പോയി. അപ്പൊ ഒരു ചോദ്യം, യേശുവിനെ പ്രസംഗിച്ചാൽ അശുദ്ധാത്മാക്കൾക്ക് ഇരിക്കാൻ പറ്റുകയില്ല. അടുത്ത കേട്ടെ. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ച് അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആരൊക്കെയാ? അനേക പക്ഷപാതക്കാര്, അനേക മുടന്തര് സൗഖ്യം പ്രാപിച്ചു. ആ പട്ടണത്തിൽ ഭയങ്കര സന്തോഷം. എന്തുവാ കാര്യം? ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഞാൻ ഇനി ദൂത് പറയാം നിങ്ങളോട്. ഉയർത്തേണ്ടവനെ ഉയർത്തേണ്ട പോലെ ഉയർത്തിയാൽ നടക്കേണ്ട വിടുതൽ നടക്കേണ്ട പോലെ നടക്കും. ഓ ഗ്ലോറി. എനിക്ക് യേശുവിനെ കുറച്ചറിയാമെന്നല്ല, അറിയണ്ട പോലെ യേശുവിനെ അറിയണം, കേൾക്കേണ്ടതുപോലെ യേശുവിനെ കുറിച്ച് കേൾക്കണം. ഇന്ന് വലിയ കാര്യം ഇവിടെ നടക്കാൻ പോവാ. പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഒരു പ്രവചന ദൂതുണ്ട്. നീ ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ കാണാൻ പോവാ. ചിലതൊക്കെ നിന്നെ വിട്ട് ഓടുമ്പോൾ നിന്റെ വീട്ടിൽ നടക്കുന്ന ഡെലിവറൻസ് ഭയങ്കരമായിരിക്കും. ഈ ആവർത്തന വാക്യമുണ്ട്, ഒരുവൻ 1000 ഓടിക്കും, 20 10,000 ഓടിക്കും. അതെങ്ങനെ ഒരാൾ 1000 ഓടിക്കുന്ന 2 പേര് ചേരുമ്പോൾ 10,000? ഒരു കുതിര 3 ടൺ വരെ എടുക്കും. പക്ഷെ 2 കുതിര ചേർത്താൽ 26 ടൺ എടുക്കും. ഈ യേശുക്രിസ്തു ശുശ്രൂഷയ്ക്ക് അയച്ചപ്പോഴും ഈരണ്ടായിട്ടാണ് വിട്ടെ. അതെന്നാ ഈരണ്ടിനെ വിട്ടെ? ഒരു സ്ത്രീയെ ഒരു പുരുഷനും കൂടെ ഒന്നിപ്പിച്ച് 2 ആക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഭർത്താവിന്റെ നല്ല ഭാര്യയുടെ കാര്യം കേട്ടോ, ഭർത്താവിന്റെ നന്മയിൽ അസൂയയില്ലാത്ത ഒരാളെ ഭൂമി കാണത്തുള്ളൂ. നല്ല ഭാര്യ. നല്ല ഭാര്യയുടെ നന്മയ്ക്കകത്ത് ഒട്ടും അസൂയയില്ലാത്ത ഒരു നല്ല ഭർത്താവ് അവിടെ മിണ്ടുന്നില്ല. ഞാൻ ഇവിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര കൊട്ടാലം പോലൊരു വീടാ. അവിടെ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഈ അച്ഛനും അമ്മയും കൂടെ ഉടക്കി. അത് പിന്നെ അവിടെ സർവ്വസാധാരണമാണല്ലോ. ഉടക്കുമ്പോൾ അമ്മ പറയുക, ദേ മനുഷ്യ, എൻ്റെ ജീവിതമാണ് ഇതല്ലോ എന്ന് ഓർത്തോണം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പുള്ളിക്ക് അവാർഡ് കൊടുക്കണം, പണങ്ങരുത്. അപ്പൊ നിങ്ങളിന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഭാര്യ ഭർത്താവിനെ കൂടെ ഒരുമിപ്പിച്ച് എന്തിനാണെന്നറിയാമോ? നിന്റെ കുഞ്ഞുങ്ങൾ അവരുടെ സംരക്ഷണത്തിലാണ്. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മതി ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ. ഒരാമയും പറഞ്ഞാട്ട്. ഈ സുന്ദരം ദേവാലയ ഗോപുരവാതുക്കലെ സ്തോത്രം ഒരു മുടന്തൻ ഇരിക്കുക. സ്തോത്രം. 2 അപ്പോസ്തലന്മാർ ഒന്നിച്ച് ചെന്ന് ഒരു ശുശ്രൂഷ ചെയ്തു. ഉടനെ ആ മുടന്തൻ എന്താ ചെയ്തു? ചാടി എഴുന്നേറ്റു. യോഹന്നാൻ കൈവച്ചപ്പോ പത്രോസ് പറഞ്ഞില്ലേ, ഇപ്പം നടക്കല്ലേ, ഞാൻ വെക്കുമ്പോൾ നടക്കണമെന്ന് പറഞ്ഞില്ല. അതാ പ്രത്യേകത. ഈ നിങ്ങൾ കണ്ടോ, ഈ കുപ്പി ഗ്ലാസ് ഉണ്ട്, അതൊരു 15 ഗ്ലാസ് അടിക്കാൻ ഇത്രയും വരും. കാരണം ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് പോകത്തില്ല. എന്നാൽ സ്റ്റീൽ ഗ്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 200 എണ്ണം അടിക്കാൽ ഇത്രേ കാണത്തുള്ളൂ. കണ്ടിട്ടില്ലയോ? കുറച്ച് സ്റ്റീൽ ഗ്ലാസ് വാങ്ങിച്ച് അടിക്കാൻ.
ഈ കുപ്പി ഗ്ലാസ് 15 എടുക്കുമ്പോൾ ഇത്രയും കൈ പൊക്കാൻ അത്രയും തിരി പൊക്കി പിടിക്കണം. കാരണം എന്താ? ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ്. അതാ എല്ലായിടത്തെയും പ്രോബ്ലം. 2 അപ്പോസ്തലന്മാർ ഒന്നിച്ചാൽ ഭിക്ഷക്കാരൻ പള്ളിയുടെ മുമ്പിൽ കാണുകയാണ്. ഐക്യത വിജയത്തിന്റെ രഹസ്യമാ. ഒരു ഭാര്യ ഭർത്താവും കൂടെ ഒരുമിച്ചാൽ ആ വീട് സ്വർഗമാണ്. ഓ ഹല്ലേലൂയ. അപ്പനും മക്കളും കൂടെ ഒന്നിച്ചാൽ ആ വീട് സ്വർഗമാ. ഐക്യത വേണം. യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു വിട്ടൊരു കാര്യമാ, നിങ്ങളെ 2 പേരെ അയക്കുമ്പോൾ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കണം, രോഗിയെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ഇതെല്ലാം കർത്താവ് പറഞ്ഞ് അയക്കുക. ആർക്കുമില്ലാത്ത ചില ബന്ധം നിനക്ക് തന്നേക്കുന്നത് ചേർത്ത് നിർത്താനാ. എന്തിനാ? നിന്റെ പ്രാർത്ഥനയാൽ അവർക്ക് വിടുതലുണ്ട്, നിന്റെ ആരാധനയാൽ അവർക്ക് വിടുതലുണ്ട്, നിന്റെ ഉപവാസത്താൽ അവർക്ക് വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. ചോദ്യം, എങ്ങനെ എതിർത്ത് നിൽക്കണം? രാവിലെ തൊട്ട് എഴുന്നേറ്റാവുന്ന പിശാചിനോട്, ഓ പിശാച്, ഞാൻ ഈ ഒരു ഉപദേശം കൂടെ കഴിഞ്ഞ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയി. അതാ മീറ്റിങ്ങിൽ പരിചയപ്പെട്ട ഒരു ഉപദേശിയാണ്. കഴിക്കാനായിട്ട് നോക്കിയപ്പം വെള്ളത്തിലോട്ട് കൈയിട്ടിട്ട് ഞാൻ ചോദിച്ചു അതെന്നാ? അല്ല, വെള്ളത്തിൽ വല്ല പോരാട്ടവും ഉണ്ടായി, നമ്മുടെ ഉള്ളിൽ ചെല്ലാതിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, മീൻകറി വരുമ്പോ എന്തോ ചെയ്യും? അല്ല, ഫിഷ് കറി വരുമ്പോ എന്തോ ചെയ്യും? ഈ ചിലരുടെ കൂടെ കഴിക്കാനും കൊള്ളത്തില്ല, ചിലരുടെ കൂടെ മിണ്ടാനും കൊള്ളത്തില്ല. ചിലരെ കാണുമ്പം ചിലരൊക്കെ മിണ്ടിയാൽ കൈ കൂപ്പി കാണിക്കാനും കൈ ഉയർത്തി കാണിക്കാനും പോകാൻ നേരത്തിൽ ലവ് യു എന്ന് പറയുവാനേ കൊള്ളത്തുള്ളൂ. വേറെ ഒന്നിന് വാ തുറക്കാതിരുന്ന കൃപ നിന്റെ കൂടെ ഇരിക്കും. ചിലരോട് മിണ്ടാൻ കൊള്ളുകയില്ല. ചിലരുടെ വണ്ടിക്കകത്ത് കയറുമ്പോൾ മിണ്ടിപ്പോയാൽ അവർ ലോകത്തിൻ്റെ എല്ലാ കഥ അന്നേരം പറയും. മിണ്ടാതിരിക്കാൻ ഞങ്ങളുടെ കുറച്ച് വഴികളുണ്ട്. നമ്മൾ അവരോട് മിണ്ടിക്കൊണ്ടിരിക്കും. അച്ഛാ, ഈ വണ്ടി ഏത് കമ്പനിയുടെ? അവർ ഇന്ന കമ്പനിയാണ്. എത്ര സർവീസ്? ഇതിൻ്റെ ടയർ പ്രഷർ എത്ര? കാര്യം ഇവരെ കൊണ്ട് വാ തുറപ്പിച്ചാൽ നമുക്ക് പ്രോബ്ലമാണ്. ആ മോൻ എവിടെയാണ് പഠിക്കുന്നത്? അത് അമേരിക്കയിൽ എവിടെയാണ്? അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ട്? മോൻ്റെ ആദ്യത്തെ മാർക്ക് എങ്ങനെ ഉണ്ട്? അപ്പം പുള്ളി ഫോൺ നിർത്തി മാർക്ക് പാവം പിടിച്ച കാണിച്ചു തരിക. മിണ്ടിച്ച പ്രശ്നമാണ് പുള്ളിയെ. അപ്പം അങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ചിലരോട് മിണ്ടാൻ കൊള്ളത്തില്ല. കണ്ട അടിപൊളിയാ, മിണ്ടാൻ കൊള്ളുകയില്ല. ചിലരോട് കൈ കൊടുക്കാൻ കൊള്ളുകയില്ല. ദൂരെ നിന്ന് വരുമ്പോഴേ നല്ല ആത്മീക ജീവിതം നയിക്കാൻ വലിയ പാടാ. ചിലരോട് മിണ്ടിയാ എഴുന്നേറ്റ് പോകാൻ തോന്നുകയില്ല. ഞാനൊരിക്കലൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ മോൻ എന്നോട് ചോദിച്ചു, ഐസ്ക്രീം ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കടയിൽ കൊണ്ടുപോയി. ഞാനുകൊണ്ട് ലിനിയുണ്ട്. അവൻ ഏതാണ്ടൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. ഭയങ്കര ഒരു മല പോലൊരു സാധനം മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് 2 കമ്പും തന്നു. രാത്രി 12 മണിയായി. ഈ ഐസ്ക്രീം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ്റെ അപ്പൻ്റെ പ്രയറിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവൻ്റെ അപ്പൻ ഒരു ദിവസം പറഞ്ഞു, മോനെ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോരും, എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കയറി ചർച്ച് ഹോളിനകത്ത്. പിന്നെ ഇവൻ ചെന്ന് മുട്ടി വിളിക്കുമ്പോൾ അപ്പൻ ചോദിച്ചു, എടാ ഒന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കും. എൻ്റെ അപ്പ നാളെ ഞായറാഴ്ച രാവിലെ, കാര്യം 7 ദിവസം ആ മനുഷ്യൻ പ്രയറിലായിരുന്നു. അന്നത്തെ ആരാധനയിൽ അവരുടെ ചർച്ചിനകത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങിയ കാര്യം പറഞ്ഞപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ ഞങ്ങളുടെ അടുക്ക വന്ന് കൈകൂപ്പി നിൽക്കുക. അതിൻ്റെ ഓണറാ. സാറേ 2:45 കട അടയ്ക്കണം. ഇതിരുന്ന് ഉരുകിപ്പോയതല്ലാതെ ഒരു തുള്ളി ഞങ്ങൾ തൊട്ടില്ല. വെളിയിലിറങ്ങി നിന്നു, കാറേ കയറാൻ പറ്റുന്നില്ല. പുള്ളി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഹോട്ടലിൽ ഇവിടെ 4:30 ചെന്നു. ഞങ്ങൾ അവിടെ നിന്ന് വർത്താനം പോലീസുകാർ വന്ന് ചോദിച്ചു, എന്നാ കാര്യം? പറഞ്ഞല്ല സാറേ, ഒരു കാര്യം പറയുക. സ്തോത്രം. 5:30 വരെ ഞങ്ങൾ അവിടെ നിന്ന് ഉറങ്ങിയില്ല രാത്രി. എന്നാ മിണ്ടാൻ കൊള്ളാം. ചിലരോട് മിണ്ടിയാൽ ആത്മീക ഉണർവുണ്ടാകും. ചിലരോട് മിണ്ടിയാൽ പ്രാർത്ഥിക്കാത്തവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ചിലരോട് മിണ്ടിയാൽ ആരാധിക്കാത്തവൻ ആരാധിക്കാൻ തുടങ്ങും. നല്ല കൂട്ടുകാർ നിനക്കുണ്ടാകട്ടെ, നല്ല സ്നേഹിതരുണ്ടാകട്ടെ, നിന്നെ ആത്മാവിൽ വളർത്തുന്നവരുണ്ടാകട്ടെ. എങ്ങനെയാ പിശാചിനോട് എതിർക്കുന്നത്? 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എങ്ങനെ എതിർക്കണം? വിശ്വാസത്തിൽ
സ്ഥിരം, അതായത് ഉറപ്പുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. അപ്പൊ പിശാചിനോട് എതിർക്കുന്നവന് വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തുണ്ടാകണം? വിശ്വാസത്തിന്റെ ഉറപ്പ്. ഈ ഒരിക്കലേ സാത്താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നേച്ച് ചോദിച്ചു, എനിക്ക് അങ്ങയുടെ കൂടെ നടക്കുന്ന പത്രോസ് എന്ന് പറയുന്ന ആളിനെ ഒന്ന് വേണം. അപ്പൊ എന്തിനാന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഗോതമ്പ് പോലെ അവനെ ഒന്ന് പാറ്റിക്കളിക്കാനാണ്. ഉടനെ കർത്താവ് ഞാൻ തരത്തില്ല, കാരണം നീ അവൻ്റെ വിശ്വാസം തകർക്കും. ഞാൻ നിങ്ങളോട് പറയാം, പേര് വിശ്വാസിയാ, പക്ഷെ വിശ്വാസം തകർന്നവരുടെ എണ്ണം കൂടുതലാണ്. ഇന്ന് പകൽ ദൂത് പറയാം, നിന്നെ വിട്ടുകൊടുക്കാതെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യുക. എന്തിനാണെന്നറിയാം? നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ. ഞാൻ ഇന്നൊരു ദൂത് പറയാം. ആ പത്രോസ് ലേഖനം എഴുതി, പിശാചിനോട് ആരേത് എതിർത്താൽ വിശ്വാസത്തിൽ ഉറച്ചോണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ദൂത് പറയാം, വിശ്വാസത്തിൽ ഉറക്കണം. അത് പ്രസംഗിച്ചാൽ തന്നെ ഒരു 2 മണിക്കൂർ പ്രസംഗിക്കാം. ഇന്ന് പിശാചിനോട് എതിർക്കാൻ തീരുമാനിക്കുന്നവർ വിശ്വാസത്തിൽ ഉറക്കണം, ഉറക്കണം, ഉറക്കണം. ഇനി എങ്ങനാ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നേ? സ്തോത്രം. അതിന് കൊലോസ്യ ലേഖനത്തിൽ പോണം, വായിക്കാൻ സമയം എടുക്കുന്നില്ല. ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിച്ച്, താഴോട്ട് വായിച്ചപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണം. അപ്പൊ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവൻ എന്തുണ്ട്? സ്തോത്രം. ഒരു നല്ല സ്തോത്രം പറഞ്ഞു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാജാതി രാജാവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. എന്നെ ശ്രദ്ധിക്കണം. 1, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ശക്തിപ്പെട്ട ഒന്നാമത്തെ ഗുണം, പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും. ഈ ബലം നിനക്ക് വരുമ്പോൾ നിനക്കവനെ എതിർക്കാൻ ബലം കിട്ടും. ഗ്ലോറി. എതിർക്കാൻ ബലം മാത്രമല്ല, അടുത്തത് ഗണം, വിശ്വാസത്തിൽ ഉറച്ചു വേണം അവനോട് എതിർക്കാൻ. നിന്റെ ശരീരത്തെ ഫൈറ്റ് ചെയ്യുന്ന ചില രോഗാത്മാവിനെ യേശുവിന്റെ നാമത്തിൽ എതിർക്കണം. ചില പൈശാചിക തലങ്ങളെ എതിർക്കണം. നീ അത്ഭുതകരമായി ഇന്നത്തെ പ്രാർത്ഥനയിൽ സൗഖ്യമാണ്. ഒരു ചോദ്യം മാത്രം, ഇന്ന് തൊട്ട് ശ്രമിക്കുമോ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും? അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ സ്പിരിച്വൽ ലെവൽ ഉയരും. നിങ്ങൾക്കറിയാം, ചിലരുടെയൊക്കെ സ്പിരിച്വൽ ലെവലൊക്കെ ഭയങ്കര. ഒരിക്കലും ഒരു മനുഷ്യനെടുക്കെ പ്രാർത്ഥിക്കാൻ വരിക, ഒരു സാധാരണ വിശ്വാസി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു രോഗമാണെന്ന് എനിക്കറിയാം. കാര്യം വേറെ ആൾ ത്രൂ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിന് രോഗമാണ്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുക്ക വന്നേക്ക എന്നോട് പറയുക, പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തി പുള്ളി ഒരു പ്രാവശ്യം എന്നോട് പറയാം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ. പുള്ളി പറഞ്ഞില്ല. ഞാൻ വൈകിട്ട് പുള്ളിയെ ഫോൺ വിളിച്ചു. ഞാൻ ചോദിച്ചു, ബ്രദറെ ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരാനല്ലേ പ്രാർത്ഥിച്ചേ? നിങ്ങളുടെ ഭാര്യയോട് ഇഷ്ടമില്ലേ? പക്ഷെ ഇഷ്ടമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവള് സൗഖ്യമാവുമല്ലോ. ഓ, എത്ര കരുത്തനാ പുള്ളി. നിങ്ങൾക്കറിയാം, ചിലരുടെയൊക്കെ വിശ്വാസത്തിന്റെ 10 കിലോമീറ്റർ അടുക്ക നമ്മൾ ചെല്ലുകയില്ല. അതുപോലെ ഭയങ്കര ഫെയ്ത്താ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറയുന്ന ചിലരോട് പറയാം, ആർക്കും തകർക്കാൻ കഴിയാത്ത ഫെയ്ത്ത് നിന്റെ അകത്ത് ദൈവം തരട്ടെ. ദൈവത്തിലെ വിശ്വാസം. ഞാൻ ഈ ദൂത് നിർത്തുമ്പോൾ പറയാം, നീ മനസ്സിൽ തീരുമാനമെടുക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ. എന്നാൽ അവൻ നിന്നെ വിട്ട്. ഈ ദിവസങ്ങളിൽ നിനക്കൊരനുഭവം ഉണ്ടാവും. ചിലതൊക്കെ
വർഷങ്ങളായി വിടുതൽ കിട്ടാത്ത ചില സബ്ജക്റ്റ്, അതിന്മേൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തി നിന്നെ വിട്ട് ഓടും. അത് ലൈവായി നിന്റെ വീട്ടിൽ നടക്കുക. ശത്രു പോയി കഴിയുമ്പം നിന്റെ വീട്ടിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നിന്റെ തലമുറമേ ഒരു പൗലോസിനെ കാണുമ്പോൾ ഗ്ലോറി, ദുരാത്മാക്കൾ അലറിയെങ്കിൽ നിന്നെ കാണുമ്പോഴും അശുദ്ധ ശക്തികൾ ഇറങ്ങിപ്പോകണം. നിന്റെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നിന്റെ പ്രയർ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആ സ്പിരിറ്റ് ഇന്ന് നിന്നെ വിട്ടുമാറിയിട്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട. ഒരു പാസ്റ്റർക്ക് ശുശ്രൂഷിക്കാൻ വരുമ്പം തരുന്ന വളരെ കുറച്ച് വെളിപ്പാടുകളേ ഉള്ളൂ. എല്ലാം എപ്പോഴും ഒരുപോലെ വെളിപ്പെട്ടു വരത്തില്ല. പക്ഷെ നിനക്ക് കഴിഞ്ഞ 5 വർഷമായി പല തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ട്. നിന്റെ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്ന സ്പിരിറ്റ്, നിന്റെ വീടിനെ ബുദ്ധിമുട്ടിക്കുന്ന സ്പിരിറ്റ്, നിന്റെ ലൈഫിന്റെ സ്മൂത്ത്നെസ്സിനെ ഇല്ലായ്മപ്പെടുത്തുന്ന സ്പിരിറ്റ്, ഇതെല്ലാം ഒരു മാല പോലെ നിന്റെ മുമ്പിലുണ്ട്. ഇന്ന് പകൽ നിന്നോട് ഫൈറ്റ് ചെയ്യുന്ന ആ ദുഷ്ടശക്തിയോട് ഇന്നൊരു സ്പിരിച്വൽ വാർഫയർ യേശുവിന്റെ നാമത്തിൽ എതിർക്കുവാൻ ശക്തിയുള്ളവർ എതിർക്കാൻ. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അത്യന്ത ശക്തിയാണ്. പൗലോസ് പറയുന്നത് ഇത് ഒരു അത്യന്ത. ഒരു ചോദ്യം, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്നവരാകുക, കുറച്ചുകൂടെ വിശുദ്ധരാകുക. വിശുദ്ധരെന്ന് ഞാൻ പറയുമ്പം മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്തരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളം പറയരുത്. ആ പട്ടികപ്പെട്ടതൊക്കെ നിങ്ങൾക്കറിയാം. അത് ചെയ്യുന്ന ആരും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അവരത് മാറ്റട്ടെ. അല്പം കൂടെ വിശുദ്ധിയിൽ നിറയുക എന്ന് പറഞ്ഞാൽ കാരണം പുതിയ നിയമ സഭയ്ക്ക് ശാരീരിക വിശുദ്ധിയല്ല, ആന്തരിക വിശുദ്ധിയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ജീസസ്, എനിക്ക് ലാലുവിനെ നന്നായിട്ട് കാണാൻ കഴിയുന്നെങ്കിൽ അതിനർത്ഥം ഞാൻ ബ്ലെസ്ഡ് ആയെന്നാ. ലാലുവിനെ പറ്റി ലാലുവിനോട് പറയുമ്പോഴും കെനസിനോട് പറയുമ്പോഴും ലാലു നല്ലവനാന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഞാൻ അതിനേക്കാൾ അല്പം കൂടെ നല്ലവനാ. ഒരു ദൂതി ഞാൻ പറയാം, ആരെ പറ്റി ഒരു പൈശന്യം മനസ്സിൽ വെക്കാതെ. ഓ ജീസസ്, ലാലുവിന് 10 കുറവുണ്ടേലും പറഞ്ഞോട്ടെ, കുറവുണ്ടേലും ആ കുറവ് അറിഞ്ഞു ചേർത്ത് പിടിക്കുന്നവനാ യഥാർത്ഥ ദൈവദാസൻ. ജീസസ്, ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് കുറവുണ്ടെങ്കിൽ അവനെ ചേർത്ത് പിടിച്ചാൽ അതിനർത്ഥം ആ കുറവ് പരിഹരിക്കപ്പെടും. അവന് നിന്റെ ഉള്ളിൽ വെളിപ്പെടേണ്ട ആ സ്നേഹം.